ഭുവനേശ്വരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജി സുധാകരന്റെ പഴയ വീഡിയോ സംഭാഷണം പുറത്ത്. ഭുവനേശ്വരനെ ഇഞ്ചിഞ്ചായി ശിരസ് തകർത്ത് കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU. ഭുവനേശ്വരന്മാരെ സൃഷ്ടിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതാകുമെന്നാണ് കോൺഗ്രസ് ധരിച്ചതെന്നും ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സ്വന്തം സഹോദരന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ജി സുധാകരൻ സ്വീകരിച്ചത്. ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് നായർ ഗുണ്ടകളാണെന്നായിരുന്നു സുധാകരന്റെ പരാമർശം. അവിടെ സൈക്കിളിൽ ചെടിയും ഇരുമ്പോടിയായിട്ട് കുറേ പേര് നിൽക്കുക കേസുകാർ മാത്രമല്ല, പന്തളത്തെ നായപ്രമാണിമാരുണ്ടാക്കിയ ഒരു സംഘടന DSU, ഇന്നത്തെ MDPയുടെ വിദ്യാർത്ഥി സംഘടന, അവരാണ് മുമ്പിൽ, മറ്റൊരു പുറകിലാണ്. ശരി, അന്നത്തെ കുറേ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയുടെ കിടക്കുക. NSSന്റെ ആ പ്രദേശത്തെ കുറേ നായപ്രമാണിമാരുടെ മക്കളാണ് മുമ്പൻ തന്നെ ഉണ്ടാകുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്, മനസ്സിലായോ? അവരാരും ഒരു പ്രസ്ഥാനത്തിനും ഇപ്പോൾ ഇല്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ പഴയ വീഡിയോയിലെ പരാമർശം ഇങ്ങനെ: ഭുവനേശ്വരൻ കോളേജിലെ ഗണിതശാസ്ത്ര അധ്യാപകരുടെ മുറിയിൽ വെച്ച് ഭീകരമായി ആക്രമിക്കപ്പെട്ടു. കാലിൽ പിടിച്ച് തല നിലത്തിടിച്ചിടിച്ച് ഉരളിൽ ഉണക്കോട് ജെല്ലുകുത്തുന്നത് പോലെ ഭുവനേശ്വരനെ ഇഞ്ചിഞ്ചായി ശിരസ് തകർത്ത് കൊല്ലുകയായിരുന്നു. 20ഓളം KSU, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിൽപ്പെട്ടവരും പന്തളം പ്രദേശത്തെ നാട്ടുപ്രമാണിമാരുടെ അക്രമികളായ മക്കളും വെളിയിൽ നിന്നുള്ള 3-4 ഗുണ്ടകളും ചേർന്നാണ് ചെയ്തത്. ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വം വൈകാരികമായ എതിർപ്പ് കോൺഗ്രസിനോട് ഉണ്ടാക്കി. ഗാന്ധിയുടെ ചിത്രത്തിന് താഴെ അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും തിരക്കഥ രചിക്കുകയാണ് കോൺഗ്രസ്. KPCC നേതാക്കൾ കൊലയാളികളെ സംരക്ഷിച്ചെന്നും പഴയ വീഡിയോ സംഭാഷണത്തിൽ സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ലോകത്തിലെ ജീവൻ ത്യജിച്ച വിപ്ലവകാരികളുടെ രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ്. ആയിരക്കണക്കിന് കേരളത്തിലെ ഇന്ത്യ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം. പുന്നപ്രയിലും വയലാറിലും അതുപോലെ തന്നെ കയ്യൂരിലും കരിവള്ളൂരിലും അടക്കം തെലുങ്കാനയിലടക്കം രാജ്യത്തിന് എണ്ണം പറഞ്ഞ അല്ലെ എണ്ണമറ്റ രണപഥങ്ങളിൽ പോരാടി വീരമൃത്യു വരിച്ച് എല്ലാ രക്തസാക്ഷികളുടെയും ശബ്ദം ഒന്നാണ്, അവിടെ ആഹ്വാനം ഒന്നാണ്. സഭാവ് P. കൃഷ്ണപിള്ള പറഞ്ഞ സഖാക്കളെ മുന്നോട്ടുള്ളത്. രക്തത്തെ സാക്ഷി നിർത്തി നമ്മളോട് വിട പറഞ്ഞവരാണ് രക്തസാക്ഷികൾ. കോടതി ഭുവനേശ്വരന്റെ കേസ് വെറുതെ വിട്ടു, പല കേസും വെറുതെ വിട്ടു. പക്ഷേ രക്തത്തെ സാക്ഷി നിർത്തി വിട പറഞ്ഞവരാണ് രക്തസാക്ഷികൾ. കൊലയാളികളെ കോടതി വെറുതെ വിട്ടു. ഭുവനേശ്വരന്റെ രക്തമാണ് സാക്ഷി. ആ രക്തം അലറി വിളിക്കുകയാണ് മാറ്റത്തിനായി. വിദ്യാർത്ഥികളെ അരുംകൊല ചെയ്യുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന. അവർക്ക് കലാലയങ്ങളിൽ പഴയ ശേഷിയില്ല. പലരും BJP ആയി. ഭുവനേശ്വരന്റെ കൊലപാതകത്തിൽ അച്ഛനും അമ്മയും അതീവ ദുഃഖിതരായിരുന്നു. അവർ അന്ത്യം വരെ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നു. പാർട്ടി കുടുംബമായി നിലകൊണ്ടെന്നും സുധാകരൻ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ സുധാകരനാണ് ഒരു സീറ്റിന് വേണ്ടി സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ ഒറ്റുകൊടുത്തത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.